Hi students, SLC IT model എക്സാമിലെ റോബോട്ടിക്സ് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. The circuit diagram and pictoblocks code of a device made using an Arduino and buzzer are given below. On operating the device, pressing space key will make the buzzer sound 5 times. ഇപ്പോൾ ഇവിടെ ആ കോഡ് തന്നിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ സർക്യൂട്ടിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. Build the circuit using the components in the diagram. Create the code in the pictoblocks and operate the device. Modify the code so that when B key on the keyboard is pressed, the buzzer sounds 3 times and operate the device accordingly. Save the edited program with your register number underscore Arduino underscore alarm.sp3 as file name to the exam10 products folder. Use stage mode. Upload the firmware before running the program. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ആർഡിനോ ബസർ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഉപകരണത്തിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പിക്ടോബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഉപകരണം പ്രവർത്തിക്കുമ്പോൾ സ്പേസ് കീ അമർത്തിയാൽ 5 പ്രാവശ്യം ബസർ ശബ്ദിക്കും. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. കീബോർഡിലെ ബി അമർത്തിയാൽ ബസർ 3 പ്രാവശ്യം ശബ്ദിക്കുന്ന രീതിയിൽ കോഡിൽ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ആർഡിനോ അണ്ടർസ്കോർ alarm.sp3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. സ്റ്റേജ് മോഡ് ഉപയോഗിക്കുക. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ഫേംവെയർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റോബോട്ടിക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ ആദ്യത്തെ റോബോട്ടിക്സിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഇതിൻ്റെ താഴെയായിട്ട് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്യേണ്ടത് ഇതിൻ്റെ സർക്യൂട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. സർക്യൂട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് 5 മിനിറ്റാണ് സർക്യൂട്ട് തയ്യാറാക്കാനുള്ള ടൈം. ആ സമയം കഴിയുമ്പം നമുക്കിത് സ്കിപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡെസ്ക് ടോപ്പ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഒന്ന് തയ്യാറാക്കാം. ആർഡിനോയും അതേപോലെ തന്നെ ബസറും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആർഡിനോയിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ട പോയിൻ്റ് ഒന്ന് 5 വോൾട്ടാണ്, അതേപോലെ തന്നെ ഗ്രൗണ്ട്. ഇത് രണ്ടിലേക്കും കണക്ഷൻ കൊടുക്കണം. അതുപോലെ ഇനി വേണ്ടത് ഡിജിറ്റൽ പിൻ 13ലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഡിജിറ്റൽ പിൻ 13ലേക്കും കണക്ഷൻ കൊടുക്കുന്നു. അത് നമ്മൾ ബസറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആർഡിനോയുടെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 5 വോൾട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ 5 വോൾട്ടിലേക്ക് ആദ്യം കണക്ഷൻ കൊടുക്കുക. ഇനി അടുത്തത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി ഡിജിറ്റൽ പിന്നാണ്. ഡിജിറ്റൽ പിന്നിന് 13ലേക്കുള്ള ഡിജിറ്റൽ പിൻ 13ലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. ഇനി ബസറിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത്. ആർഡിനോയിൽ നിന്ന് ബസറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട 5 വോൾട്ടിൻ്റെ കണക്ഷനാണ്. 5 വോൾട്ടിൻ്റെ കണക്ഷൻ ഇവിടെയാണ് നമ്മൾ 5 വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഡിജിറ്റൽ പിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ അതേപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആർഡിനോയിൽ 5 വോൾട്ടിലേക്ക് കൊടുത്ത കണക്ഷൻ ഇവിടേക്കാണ് കണക്ട് ചെയ്യുക. ഇനി ഡിജിറ്റൽ പിന്നിൻ്റെ കണക്ഷനാണ്. ഡിജിറ്റൽ പിന്നിൻ്റെ കണക്ഷൻ ഇവിടെയാണ് ഡിജിറ്റൽ പിന്നിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി ഗ്രൗണ്ട് എന്നുള്ളതിൻ്റെ കണക്ഷനാണ്. ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ ഇവിടേക്ക് കൊടുക്കുന്നു. അപ്പോൾ ബസറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് കൊടുക്കേണ്ടത്. കമ്പ്യൂട്ടറിൽ നിന്ന് ആർഡിനോയിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിയുമ്പം ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ടോബ്ലോക്സിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ സ്കിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സ്കിപ്പ് ബട്ടൺ ഉണ്ടാവും. ആ സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻസിൽ ഇവിടെ പിക്ടോബ്ലോക്സ് എന്ന് കൊടുക്കുക. ഇവിടെ ബ്ലോക്ക് കോഡിങ് എടുത്തു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ബോർഡ് കണക്ട് ചെയ്യുക. ബോർഡ് എന്നുള്ളത് കൊടുത്തു. ആർഡിനോ യൂനോ എന്ന് കൊടുക്കുക. കണക്റ്റ് എന്നുള്ളിടത്ത് കണക്റ്റ് എന്ന് കൊടുക്കാം. ഇവിടെ സ്റ്റേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവൻസ് എന്നുള്ളതിൽ ഇവൻസിൽ വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഉള്ളത് റിപ്പീറ്റ് 5 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി കൊടുക്കുന്ന കോഡ് ഫുള്ള് റിപ്പീറ്റ് ചെയ്യണം 5 ടൈംസ്. അത് കൊടുക്കുക. അടുത്തത് ഇവിടെ റിപ്പീറ്റ് 5 ടൈംസ് എന്നുള്ളത് കൊടുക്കുക. കൺട്രോളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ റിപ്പീറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്തു. ഇവിടെ 5 എന്നാണ് കൊടുക്കേണ്ടത്. ക്ലിക്ക് ചെയ്തിട്ട് 5 എന്ന് എൻ്റർ അടിച്ചാൽ മതി. ഇനി നമ്മളോട് നെക്സ്റ്റ് തന്നിരിക്കുന്നത് സെറ്റ് ഡിജിറ്റൽ പിൻ 13 എന്നാണ്. അപ്പോൾ ഇവിടെ
ഇവിടെ ആർഡിനോ യൂനോയിൽ സെറ്റ് ഡിജിറ്റൽ പിൻ 13 എന്ന് കൊടുത്തു. ഇവിടെ 13 തന്നെയുള്ളത്. സെറ്റ് ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ട് ആസ് ലോ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോ എന്ന് കൊടുത്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് 0.5 സെക്കൻഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ വെയിറ്റ് എന്നുള്ളത് കൺട്രോളിൽ വെയിറ്റ് എന്നുള്ളത് കൊടുത്തു. വീണ്ടും സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ള ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഹൈ എന്ന് കൊടുക്കുക. അതേപോലെ ഇവിടെ വെയിറ്റ് 1 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെയിറ്റ് എന്നുള്ളത് 0.5 എന്ന് കൊടുക്കുന്നു. ഇവിടെയും 0.5 എന്ന് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്തു. ഇത്രയാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്ലോഡ് ഫേംവെയർ ക്ലിക്ക് ചെയ്യാം. പിക്ടോബ്ലോക്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇനി നമ്മൾ കീബോർഡിലെ സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്യുന്നു. 5 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പ്രോഗ്രാമിലൊന്ന് മാറ്റം വരുത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിക്ടോബ്ലോക്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇനി നമ്മൾ കീബോർഡിലെ സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്യുന്നു. 5 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പ്രോഗ്രാമിലൊന്ന് മാറ്റം വരുത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കീബോർഡിലെ ബി അമർത്തിയാൽ ബസർ 3 പ്രാവശ്യം ശബ്ദിക്കുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പം ഇവിടെ റിപ്പീറ്റ് എന്നുള്ളിടത്ത് നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. ഇവിടെ സ്പേസ് കീ എന്നുള്ളിടത്ത് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ബി പ്രസ് ചെയ്യുന്ന സമയത്ത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നാണ് കൊടുത്തത്. നമുക്കൊന്ന് അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. പ്രോഗ്രാമിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇനി കീബോർഡിൽ ബി എന്നുള്ള കീ പ്രസ് ചെയ്യാം. 3 ടൈംസ് ബസറിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്ന രീതിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. നമ്മൾ പ്രോഗ്രാമിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇനി കീബോർഡിൽ ബി എന്നുള്ള കീ പ്രസ് ചെയ്യാം. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളവിടെ ബസറിന് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ exam10 പ്രൊഡക്ട്സിൽ ഇവിടെ ഞങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ഇവിടെ തന്നിരിക്കുന്നത് ആർഡിനോ അലാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു. ആർഡിനോ അലാം എന്ന് കൊടുത്തു സേവ് എന്ന് കൊടുക്കുക. ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർക്യൂട്ട് ഡയഗ്രം ആൻഡ് പിക്ടോബ്ലോക്സ് കോഡ് ഫോർ ലൈറ്റിംഗ് ആൻഡ് LED ഫോർ 1 സെക്കൻഡ് ആർ ഗിവൺ ബിലോ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനും അതിൻ്റെ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. ബിൽഡ് ദ സർക്യൂട്ട് യൂസിങ് ദ components in the diagram, create the code in the PictoBlocks and operate the device, modify the code so as to light the LED for 5 seconds and run the program, save the edited program with your register number _ LED5.sp3 as file name to the exam10 products folder, use stage mode, upload firmware before running the program. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ താഴെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. അതൊരു 5 മിനിറ്റ് തൊട്ടിട്ട് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇവിടെ ഒരു സ്കിപ്പ് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം ഈ ഒരു കണക്ഷൻ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആർഡിനോയും ഇതും വെച്ചിട്ടുള്ള കണക്ഷൻ സെറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡെസ്ക് ടോപ്പ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. മലയാളത്തിലെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഒരു LED 1 സെക്കൻഡ് സമയം പ്രകാശിക്കുന്നതിനായി തയ്യാറാക്കിയ സർക്യൂട്ട് ഡയഗ്രം പിക്ടോബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. LED 5 സെക്കൻഡ് സമയം പ്രകാശിക്കുന്ന രീതിയിൽ കോഡിൽ മാറ്റം വരുത്തി പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ LED5.sp3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. സ്റ്റേജ് മോഡ് ഉപയോഗിക്കുക. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ഫേംവെയർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ക്വസ്റ്റ്യന് തന്നതുപോലെയുള്ള കോമ്പോണൻസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആർഡിനോയിൽ കണക്ട് ചെയ്യേണ്ടത് ഡിജിറ്റൽ പിൻ 7ലേക്കാണ്. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ പിൻ 7ലേക്ക് കണക്ഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്കുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെയുള്ള ഗ്രൗണ്ടിലേക്കും കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാതെ തന്നെ
ഇവിടെ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് വേണ്ടത് ഡിജിറ്റൽ പിൻ 7ലേക്കാണ്. അപ്പോൾ ഡിജിറ്റൽ പിൻ 7ലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഡിജിറ്റൽ പിൻ 7ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ പിന്നിൽ നിന്നുള്ള കണക്ഷൻ നമ്മളിവിടെ ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കുന്നു. ഇനി അവിടേക്ക് നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടേക്ക് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഇത് കണക്ട് ചെയ്ത അതേ ഇതിൽ നിന്നാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇനി ഇവിടെ LED പോസിറ്റീവ് ലെഗ് നെഗറ്റീവ് ലെഗ് ഉണ്ട്. ഇതിൽ പോസിറ്റീവ് ലെഗ് നമ്മൾ ആ റെസിസ്റ്ററിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്യാം. റെസിസ്റ്ററിൻ്റെ ആരും ഇത് കണക്ട് ചെയ്തിടത്തേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്ത് അതേ ഇതിൽ തന്നെ കണക്ട് ചെയ്യുന്നു. അതേ കോളത്തിൽ തന്നെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തു. അതിൻ്റെ നെഗറ്റീവ് ലെഗ് ഇവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ലെഗ് ഇവിടേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടേക്കാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തത് നമ്മൾ ഇവിടേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ നെഗറ്റീവ് ലെഗ് വന്നിടത്തേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആദ്യം ഇവിടെ ഡിജിറ്റൽ പിൻ 7നുള്ള കണക്ഷൻ കൊടുത്തു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. റെസിസ്റ്ററിൻ്റെ എൻഡിലാണ് പോസിറ്റീവ് ലെഗ്, അതേ കോളത്തിലാണ് പോസിറ്റീവ് ലെഗ് കൊടുത്തത്. അത് ഏത് കോളത്തിലാണോ നെഗറ്റീവ് ലെഗിൻ്റെ കണക്ഷൻ കൊടുത്തത് അവിടെ തന്നെയാണ്, അവിടെ സെയിം കോളത്തിൽ തന്നെയാണ് എന്ത് കൊടുത്തത്, ഗ്രൗണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ലാപ്പിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മൾ കണക്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷമാണ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാവൂ. അപ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചർ ബ്ലോക്സിലെ കോഡ് കൊടുക്കാം. ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഷോ ആപ്ലിക്കേഷൻസിൽ പിക്ചർ ബ്ലോക്സ് കൊടുക്കാം. ബ്ലോക്ക് കോഡിങ് എടുത്തു. ബോർഡ് അതേപോലെ തന്നെ കണക്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ സ്റ്റേജ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളോട് തന്നിരിക്കുന്ന കോഡ് കൊടുക്കുന്നു. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവൻസിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് കൊടുത്തു. ഇനി അടുത്തത് സെറ്റ് ഡിജിറ്റൽ പിൻ 7 എന്ന് കൊടുക്കാം. ആർഡിനോയിൽ സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 7 ആണ്. 7 എന്ന് കൊടുത്തു. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് ആസ് ഹൈ എന്നാണ്, ഹൈ എന്നാണ് ഉള്ളത്. അപ്പോൾ ഡിജിറ്റൽ പിൻ 7 ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് സെറ്റ് ചെയ്തു. ഇനി വേണ്ടത് വെയിറ്റ് 1 സെക്കൻഡ് എന്നാണ്. അത് നമ്മൾ വീണ്ടും ഇവിടെ വെയിറ്റ് എന്നുള്ളത് എടുക്കുന്നു. കൺട്രോളിൽ വെയിറ്റ്. ഇനി വീണ്ടും ഡിജിറ്റൽ പിൻ 7 എന്നാണ് കൊടുക്കേണ്ടത്. ആർഡിനോയിൽ സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ളത് കൊടുത്തു. ഇവിടെ 7 എന്നാണ് കൊടുക്കേണ്ടത്, ഇവിടെ ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1 സെക്കൻഡ് സമയം പ്രകാശിക്കുന്നതിനായി തയ്യാറാക്കിയ സർക്യൂട്ട് ഡയഗ്രമാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്ലോഡ് ഫേംവെയർ കൊടുക്കാം. നമുക്ക് ആ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിക്ചർ ബോക്സിലെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു LED ഓൺ ആയത് കാണാം. 1 സെക്കൻഡ് സമയത്തേക്കാണത് ഓൺ ആയത്. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞതുപോലെ കോഡിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ രീതിയിൽ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത് 1 സെക്കൻഡ് വർക്ക് ചെയ്യുന്ന 1 സെക്കൻഡ് സമയത്തേക്ക് പ്രകാശിക്കുന്ന ഒരു LED ആണ്. ഇനി 5 സെക്കൻഡ് സമയത്തേക്ക് പ്രകാശിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 5 സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. വീണ്ടും അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇവിടെ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 5 സെക്കൻഡ് സമയത്തേക്ക് LED പ്രകാശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കോഡിൽ മാറ്റം വരുത്താൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞതുപോലെ കോഡിൽ മാറ്റം വരുത്തിയിട്ട് ഇവിടെ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 5 സെക്കൻഡ് സമയത്തേക്ക് LED പ്രകാശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് കോഡിൽ മാറ്റം വരുത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ തന്നിരിക്കുന്നത് പോലെ സേവ് ചെയ്യുക. LED 5.sp3. അപ്പോൾ ഇവിടെ എക്സാം 10 പ്രൊഡക്ട്സിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ _LED 5.sp3 എന്നുള്ളത് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്ററിലാണ് തന്നത്, വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാം. സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.